ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് സ്വർണം ഭൂമിയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടതല്ല. അത് നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറി അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കൂട്ടിയിടി മൂലമാണ് രൂപപ്പെട്ടത്. അത്തരത്തിലുള്ള ഭയങ്കരമായ ബാഹ്യാവകാശ സ്ഫോടനങ്ങളിൽ വലിയ താപനിലയും സമ്മർദ്ദവും ഉണ്ടാകുമ്പോഴാണ് ഹൈഡ്രജൻ, ഹെലിയം പോലുള്ള ലഘുധാതുക്കൾ ചേർന്ന് ഭാരവായ ധാതുക്കളായ സ്വർണം, പ്ലാറ്റിനം, യുറേനിയം എന്നിവ രൂപപ്പെടുന്നത്. ഈ പൊട്ടിത്തെറിയിലൂടെ ഉൽപ്പന്നമായ സ്വർണം അന്താരാഷ്ട്ര തലത്തിലേക്ക് പരന്നു. പിന്നീട് ഭൂമിയുടെ രൂപീകരണകാലത്ത് അതിന്റെ ഭാഗം നമ്മുടെ ഗ്രഹത്തിലേക്ക് ചേർന്നു. ഭൂമിയിലെ സ്വർണത്തിന്റെ രൂപീകരണം. ഭൂമിയുടെ ആദ്യകാലത്ത് ധാരാളം ഉൽക്കകൾ ഭൂമിയിൽ വീണു. അവയിൽ പലതും സ്വർണം അടങ്ങിയവയായിരുന്നു. ഭൂമിയുടെ കോർ ഭാഗത്താണ് ഏറെ സ്വർണം അടങ്ങിയിരിക്കുന്നത്. പിന്നീട് ജ്വാലാമുഖ പ്രവർത്തനങ്ങൾ, ഭൗമചലനങ്ങൾ, വെള്ളപ്പാച്ചിലുകൾ എന്നിവയിലൂടെ ഈ സ്വർണം ഭൂമിയുടെ മേൽത്തട്ടിലേക്കും നദികളിലേക്കും എത്തി. അതിനാൽ ഇന്നും നദികളുടെ മണലിലും പാറകളിലും സ്വർണത്തിന്റെ ചെറിയ അംശങ്ങൾ കണ്ടെത്താം. മനുഷ്യരാശിയുടെയും സ്വർണത്തിന്റെയും ബന്ധം. ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വർണം സമ്പത്ത്, അധികാരം, സൗന്ദര്യം എന്നിവയുടെ ചിഹ്നമായി കാണപ്പെടുന്നു. ആദ്യമായി പ്രാചീന ഈജിപ്തിൽ BC 2600 സ്വർണം ആഭരണങ്ങൾക്കും ദൈവാരാധനയ്ക്കും ഉപയോഗിച്ചു. പിന്നീട് റോമൻ സാമ്രാജ്യം, ഇന്ത്യ, ചൈന, മായൻ സംസ്കാരം തുടങ്ങിയിടങ്ങളിലേക്കും അതിന്റെ പ്രാധാന്യം വ്യാപിച്ചു. ആകെ പറഞ്ഞാൽ സ്വർണം നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായ ഒരു ആകാശീയ സമ്മാനമാണ്. അത് ഭൂമിയിലേക്കെത്തി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായതാണ്. മൃദുവും തിളക്കമുള്ളതുമായ മഞ്ഞലോഹമാണ് സ്വർണം. വിലയേറിയ ലോഹമായ സ്വർണം നാണയമായും ആഭരണങ്ങളായും മനുഷ്യൻ ഉപയോഗിക്കുന്നു. ചെറിയ കഷണങ്ങളും തരികളുമായി സ്വതന്ത്രാവസ്ഥയിൽ തന്നെ പ്രകൃതിയിൽ ഈ ലോഹം കണ്ടുവരുന്നു. ലോഹങ്ങളിൽ വച്ച് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താവുന്ന ലോഹമാണ് സ്വർണം. അന്താരാഷ്ട്ര നാണയനിധി നിശ്ചിത അളവ് സ്വർണത്തിന്റെ വിലയാണ് നാണയവിലയുടെ ആധാരമായി മുൻപ് കണക്കാക്കിയിരുന്നത്. ഓക്സീകരണം മൂലമുള്ള നാശത്തെ ഫലപ്രദമായി ചെറുക്കുന്നതിനാൽ ദന്തരോഗ ചികിത്സ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വ്യവസായ മേഖലകളിൽ ഈ ലോഹം വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. സംയോജകത സാധാരണയായി 1 3 ആയ ഒരു സംക്രമണ മൂലകമാണ് സ്വർണം. മിക്കവാറും രാസവസ്തുക്കളുമായി ഇത് രാസപ്രവർത്തനത്തിലേർപ്പെടുന്നില്ലെങ്കിലും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, രാജദ്രാവകം, സേനൈഡ് എന്നിവയുമായി പ്രവർത്തനത്തിലേർപ്പെടുന്നു. സ്വർണം രസത്തിലലിഞ്ഞ് സങ്കരമായ അമാൽഗം രൂപം കൊള്ളുന്നു. മറ്റു മിക്ക ലോഹങ്ങളെയും അലിയിക്കുന്ന നൈട്രിക് അമ്ലവുമായി സ്വർണം പ്രവർത്തനത്തിലേർപ്പെടുന്നില്ല എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടുതന്നെ വസ്തുക്കളിലെ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് നൈട്രിക് അമ്ലം കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു. നൈട്രിക് അമ്ലം ഉപയോഗിച്ച് സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കുന്നതാണ് ആസിഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണ വില പവൻ 95,000 രൂപയ്ക്ക് അരികെ. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ തന്നെ വില തുടരുന്നു. ഒരു പവൻ സ്വർണത്തിന് 94,920 രൂപയായി വില ഉയർന്നു. ഒരു ഗ്രാമിന് 11,865 രൂപയാണ് വില. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,760 രൂപയാണ്. രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് 4,238.19 ഡോളറിലേക്ക് വില കുതിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം. ആഗോള സാമ്പത്തിക ഘടകങ്ങൾ, രാഷ്ട്രീയ അനിശ്ചിതത്വം, പണപ്പെരുപ്പം തുടങ്ങിയപ്പോൾ കറൻസിയുടെ വാങ്ങൽ കുറയുന്നത് സ്വർണത്തിന് അനുകൂലമാകാം. പ്രതിസന്ധി ഘട്ടത്തിലെ ആഗോള വിപണികളിൽ സ്വർണ്ണത്തിന് കൂടുതൽ ഡോളറിലാണ് വില നിശ്ചയിച്ചത്. ഇപ്പോൾ വില ഉയരാൻ ഡോളർ ദുർബലമാകുമ്പോൾ ഓഹരി വിപണിയിലെ അനിശ്ചിതത്വം സ്വർണം വാങ്ങുന്നത് കൂടുതൽ ആകർഷകമാണ്. പണപ്പെരുപ്പത്തിനെതിരായ സുരക്ഷയിലും സ്വർണത്തിന്റെ ഡിമാൻഡ് സ്വർണം തിളങ്ങുന്നു. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ ഇപ്പോൾ സ്വർണ്ണ നിക്ഷേപം ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്.